Hi everyone. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ടോപ്പിക് അപ്രോച്ചസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സോഴ്സാണ് നമുക്കുള്ളത്. ലോങ് ടേം സോഴ്സും ഷോർട്ട് ടേം സോഴ്സും. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സാണ് ലോങ് ടേം സോഴ്സസ് ആൻഡ് ഷോർട്ട് ടേം സോഴ്സസ്. Long-term sources are shares, debentures, long-term loans, etc. And short-term sources are കൊമേഴ്ഷ്യൽ ബാങ്ക് ലോൺ, ദെൻ ഷോർട്ട് ടേം ലോൺ, അങ്ങനെയുള്ള ചെറിയ ചെറിയ ലോണുകളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഷോർട്ട് ടേം ഫിനാൻസിങ്. അപ്പം നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് തരത്തിലുള്ള സോഴ്സസ് ഉണ്ട്, ലോങ് ടേം സോഴ്സസ് ആൻഡ് ഷോർട്ട് ടേം സോഴ്സസ്. അപ്പം നമുക്ക് നോക്കണം ഈ സോഴ്സസിൻ്റെ മിക്സ് എന്താണ്, ഷോർട്ട് ടേം സോഴ്സസ് എത്ര യൂസ് ചെയ്യണം, ലോങ് ടേം സോഴ്സസ് എത്ര യൂസ് ചെയ്യണം വർക്കിംഗ് ക്യാപിറ്റൽ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് 3 അപ്രോച്ചുകളാണുള്ളത്. ഈ അപ്രോച്ചുകളാണ് ഹെഡ്ജിങ് അപ്രോച്ച്, സെക്കൻഡ് വൺ കൺസർവേറ്റീവ് അപ്രോച്ച് ആൻഡ് തേർഡ് വൺ ഇസ് അഗ്രസീവ് അപ്രോച്ച്. First one, hedging approach. Hedging approach is also known as matching approach. അത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലും ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലും. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് ആവശ്യമുള്ള, അതായത് ഒരു ബിസിനസ്സിൻ്റെ ഡെയിലി ഓപ്പറേഷൻസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സ്ഥിരമായിട്ട് ആവശ്യമുള്ള, റെഗുലറായിട്ട് ആവശ്യമുള്ള ക്യാപിറ്റലിനെയാണ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം ഈ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലോങ് ടേം സോഴ്സ് ആയിട്ടുള്ള ഷെയർസ്, ഡിബഞ്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നു. അതേപോലെ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിൻ്റെയും ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, എന്താണെന്നുള്ള കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഷോർട്ട് ടേം ഫിനാൻസിങ് അല്ലെങ്കിൽ ഷോർട്ട് ടേം സോഴ്സസ് ഓഫ് ഫിനാൻസിങ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ അപ്രോച്ചിനെയാണ് പറയുന്നത് ഹെഡ്ജിങ് അപ്രോച്ച്. അപ്പോൾ ഹെഡ്ജിങ് അപ്രോച്ചിൽ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോങ് ടേം ഫിനാൻസ് അല്ലെങ്കിൽ ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് യൂസ് ചെയ്യുന്നു. ടെമ്പററി ഓർ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ്. കൺസർവേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു ഫേമിൻ്റെ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നത് ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. അതേപോലെ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഒരു മേജർ പാർട്ടും മീറ്റ് ചെയ്യുന്നത് ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് അറ്റ് എമർജൻസി സിറ്റുവേഷനിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ, ആ സമയത്ത് എമർജൻസി സിറ്റുവേഷനിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ മാത്രമാണ് ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് വെച്ചിട്ട് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ അപ്രോച്ചിനെയാണ് കൺസർവേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പം കൺസർവേറ്റീവ് അപ്രോച്ചിൽ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. അതായത് എമർജൻസി സിറ്റുവേഷനിൽ വരുന്ന റിക്വയർമെൻറ്റ്സ് മാത്രം മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ അപ്രോച്ചാണ് അഗ്രസീവ് അപ്രോച്ചിൻ്റെ കേസിൽ ഒരു ഓർഗനൈസേഷൻ്റെ കറണ്ട് അസറ്റ്, അതായത് കറണ്ട് അസറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തം ചെയ്യുന്നത് ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. അതുകൂടാതെ ഫിക്സഡ് അസറ്റിൻ്റെ ഒരു ഭാഗം കൂടി ഫിനാൻസ് ചെയ്യുന്നത് ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫണ്ടാണ്. ഇതിനെയാണ് അഗ്രസീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് ടേം ഫണ്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ലോ കോസ്റ്റ് ആണ്. പക്ഷേ അതേ സമയം അതിന് റിസ്ക് കൂടുതലാണ്. കാരണം ഷോർട്ട് ടേം സോഴ്സ് ആണ്, എപ്പോഴും നമ്മൾ പേയ്മെൻറ്റ് നടത്തേണ്ടതായിട്ട് വരും. കാരണം ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് ടേം ആയതുകൊണ്ട് പേയ്മെൻറ്റ് നമ്മൾ പെട്ടെന്ന് തന്നെ നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അത് കാരണം ഇതിന് റിസ്ക് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് അപ്രോച്ചസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ഈ അപ്രോച്ചിലെ റിസ്ക്കും അതേപോലെ കോസ്റ്റും എങ്ങനെയാണ്, ഓരോ അപ്രോച്ചിലെയും റിസ്ക്കും കോസ്റ്റും എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ആദ്യം അഗ്രസീവ് അപ്രോച്ച് എടുക്കാം. അഗ്രസീവ് അപ്രോച്ച് ആണെങ്കിൽ അതിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. നമുക്കറിയാം ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസിന് കോസ്റ്റ് വളരെ കുറവാണ്. പക്ഷേ അതേ സമയം തന്നെ അതിന് റിസ്ക് വളരെ കൂടുതലാണ്. കാരണം നമുക്കിത് ഈ ഷോർട്ട് ടേം ആയതുകൊണ്ട് തന്നെ ബോറോയിങ്സ് ഇടയ്ക്കിടയ്ക്ക് ഈ ബോറോയിങ്സ് നമുക്ക് റിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നമുക്ക് അങ്ങനെ വരുന്നത് കാരണം
കാരണം റിസ്ക് അവിടെ വളരെ കൂടുതലാണ്. അപ്പോൾ അഗ്രസീവ് അപ്രോച്ചിൽ ലോ കോസ്റ്റുമായിരിക്കും, ഹൈ റിസ്ക്കുമായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഹെഡ്ജിങ് അപ്രോച്ചും കൺസർവേറ്റീവ് അപ്രോച്ചും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കൺസർവേറ്റീവ് അപ്രോച്ചിൻ്റെ കേസിൽ കൺസർവേറ്റീവ് അപ്രോച്ചിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ടാണ്. അപ്പോൾ ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ട് കൂടുതൽ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ കോസ്റ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതേ സമയത്ത് റിസ്ക് കുറയാനും സാധ്യതയുണ്ട്. അവിടെ കോസ്റ്റ് കൂടുന്ന സമയത്ത് അവിടുത്തെ കോസ്റ്റും പ്രോഫിറ്റ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണുള്ളത്. അപ്പം കോസ്റ്റ് ഹൈ ആവുന്ന സമയത്ത് പ്രോഫിറ്റ് അവിടെ ലോ ആയിരിക്കും. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിസ്ക്കും ലോ ആയിരിക്കും. ഇനി ഹെഡ്ജിങ് അപ്രോച്ച് ആണെങ്കിൽ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ മൊത്തം നമ്മൾ ഫിനാൻസ് ചെയ്യുന്നത് ഷോർട്ട് ടേം സോഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഷോർട്ട് ടേം സോഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കുറവായിരിക്കും. പക്ഷെ അതേപോലെ തന്നെ അവിടെ റിസ്ക് ഹൈ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രോബ്ലം എവിടെയും വരുന്നുണ്ട്. അപ്പോൾ റിസ്ക് വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ ഇവിടെ കൺസർവേറ്റീവും ഹെഡ്ജിങ്ങും രണ്ടും എക്സ്ട്രീം കേസുകളാണ്. ഇത്രയാണ് അപ്രോച്ചസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പം വർക്കിംഗ് ക്യാപിറ്റൽ അപ്രോച്ചിൽ ശരിക്കും പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് അതിന് വേണ്ടി നമുക്ക് രണ്ട് സോഴ്സസ് ഉണ്ട്, ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം സോഴ്സസ്. അതിൻ്റെ മിക്സ് എന്തായിരിക്കണം, എത്ര ശതമാനം ഷോർട്ട് ടേം വേണം, ഏതിനൊക്കെ നമ്മൾ ലോങ് ടേം യൂസ് ചെയ്യണം, ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ട് യൂസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ആയിരുന്നു നമ്മളിപ്പം കണ്ടത്. 3 അപ്രോച്ചുകളാണ് നമ്മളിപ്പം പഠിച്ചത്.